ചാരുമൂട് റീംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേണിംഗിന്റെ ആഭിമുഖ്യത്തിൽ നൂറനാട്, താമരക്കുളം, ചുനക്കര, പാലമേൽ ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാപ്രതിഭകൾക്ക് അനുമോദനം നൽകി. തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ചാരുമൂട് കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ച റീംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടന്നു. കേരള തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ആശയങ്ങളുള്ള, പലപ്പോഴും നമുക്ക് ഇത്രത്തോളം സാധ്യമാകുമോ എന്ന് തോന്നുന്ന തരത്തിൽ ആശയങ്ങളുടെ സമൃദ്ധിയുള്ള ഒരാളാണ് അദ്ദേഹം. പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് വേണ്ട, പതുക്കെ ഓരോന്നായിട്ട് ചെയ്യാം എന്ന് അദ്ദേഹത്തോട് പറയാം. ഇവിടെ റീംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗ് എന്ന സ്ഥാപനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് സ്വാഗത പ്രസംഗത്തിൽ ഹ്രസ്വമായിട്ടാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അന്തർദേശീയ നിലവാരമുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഇവിടെ തന്നെ പഠിക്കാനുള്ള സൗകര്യമൊരുക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇന്ന് തൊഴിൽ ലഭിക്കുക എന്നത് പ്രധാനമാണ്. അതും മെച്ചപ്പെട്ട വേതനമുള്ള തൊഴിൽ ലഭിക്കുക എന്നത്. തൊഴിലിൻ്റെ സ്വഭാവത്തിലാണെങ്കിൽ നിരന്തരം മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം തൊഴിൽ നമ്മുടെ സാങ്കേതിക വിദ്യയുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിവേഗത്തിൽ സാങ്കേതിക വിദ്യ മാറുന്ന സമയത്ത് തൊഴിലിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 2050 ആകുമ്പോഴേക്കും നിലവിലുള്ള തൊഴിലിൻ്റെ നല്ലൊരു പങ്ക് ഇല്ലാതാവും എന്നാണ് പ്രവചനം വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു തുടക്കമാണ്. ഇപ്പോൾ എങ്ങനെയാണ് വിദ്യാഭ്യാസം കൊടുക്കുകയാണ്. ചെറിയ കാര്യമില്ല. ഇവർ കാണിക്കുന്ന സമർപ്പണ മനോഭാവമാണ്. പിന്നെ ബി എ ഗുഡ് ഹ്യൂമൻ ബീങ് നിങ്ങളൊക്കെ പറയുന്ന പോലെ അത് നമ്മൾ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. വീട്ടിൽ പ്രസംഗിക്കുന്നതിന് ഇപ്പോൾ ചെയ്യില്ല. കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. അതൊക്കെ അവർക്ക് വാങ്ങണം, സുന്ദരമായി സംസാരിക്കണം, അവർക്ക് പല സ്ഥലങ്ങളിലേക്ക് പോകണം. ഞാൻ തൽക്കാലം പ്രോത്സാഹിപ്പിക്കുന്നു. നന്നായി വളരെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പ്രോത്സാഹനമാണ് കൊണ്ടുപോയി വീട്ടിൽ എല്ലാവരും മണത്തിൻ്റെ നിർദ്ദേശം വെക്കണം. വരും തലമുറയിൽ കാണണം. നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയും ഇത് ഏതൊക്കെ മേഖലയിലാണ് പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം സ്വാഗത പ്രാസംഗികൻ ഇവിടെ വിശദമായി തന്നെ സൂചിപ്പിച്ചു. അപ്പം അതിനുപരി നമ്മുടെ മന്ത്രിയും ഇപ്പോഴത്തെ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെ ഇവിടെ വിശദമായി തന്നെ സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ ഒരു റീംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള പുതിയ കോഴ്സുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. നൂറനാട്, താമരക്കുളം, ചുനക്കര, പാലമേൽ ഗ്രാമപഞ്ചായത്തുകളിലെ ഉന്നത വിജയം നേടിയ വിദ്യാപ്രതിഭകൾക്ക് അനുമോദനവും അദ്ദേഹം നിർവഹിച്ചു. എം.എസ്. അരുൺകുമാർ എം.എൽ.എ. മുഖ്യ അതിഥിയായിരുന്നു. എം.എം. ജമാലുദ്ദീൻ സാഹിബ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷാജു ജമാലുദ്ദീൻ ആമുഖ പ്രസംഗം നടത്തി. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. രജനി, താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. വേണു, സാഹിത്യകാരൻ ചുനക്കര ജനാർദ്ദനൻ നായർ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, ചാരുമൂട്.